കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കി വിശേഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. നാളത്തെ വിശേഷം അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കാണിക്കുന്ന രേവതിക്ക് ഫുഡൊക്കെ വാരി കൊടുത്തിട്ട് സച്ചി മുറിയിൽ നിന്ന് അങ്ങോട്ട് പോവാണ്. മുറിയിൽ നിന്ന് പോയിട്ട് പ്ലേറ്റ് ഒക്കെ കഴിവെച്ച് തിരികെ മുറിയിലേക്ക് തന്നെ കയറി വരുക. ഈ സമയം രേവതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രേവതിയെ കണ്ടപ്പോ സച്ചി ചോദിച്ചു, എന്താ ഫുഡ് കഴിച്ചിട്ടും കുറയണില്ലെന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗുളിക ഉണ്ടോന്ന് അച്ഛനോട് ചോദിക്കട്ടെ, ഒരു ഗുളിക കഴിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വേദനയ്ക്ക് അങ്ങോട്ട് കുറഞ്ഞോളും എന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ട് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുവാണ്. ഈ സമയം രേവതി വന്നിട്ട് ആ കയ്യേലേക്ക് അങ്ങോട്ട് പിടിച്ചു. എന്താ രേവതി, എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. രേവതി കയ്യെ പിടിച്ചിട്ട് സച്ചിനെ കെട്ടി അങ്ങോട്ട് പിടിക്കുകയാണ്. അങ്ങോട്ട് സച്ചി ഒരു നിമിഷം അങ്ങോട്ട് അന്തം വിട്ടുപോയി. സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലത്. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ സച്ചിക്ക് രേവതിനെ കെട്ടിപ്പിടിക്കണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ. ഇനിയിപ്പോ കെട്ടിപ്പിടിച്ചാൽ ഇവള് തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. സച്ചി കെട്ടിപ്പിടിക്കാൻ നിന്നു. പക്ഷെ രേവതി വിട്ടില്ല. സച്ചിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടി കരയാണ്. കുറെ സമയമൊക്കെ സച്ചി കൺട്രോൾ ചെയ്ത് നിന്നു. പിന്നീട് സച്ചി എന്ത് ചെയ്യാണ്, സച്ചിൻ രേവതിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുക. രേവതിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുക. അതിനുശേഷം രേവതിയുടെ കൈ അങ്ങോട്ട് രേവതിയുടെ മുഖം അങ്ങോട്ട് കൈക്കൊടുന്നതിൽ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. അത് മാത്രം മതിയായിരുന്നു രേവതിക്കൊരു ആശ്വാസമായിട്ട്. പിന്നീട് പതുക്കെ രേവതിനെ കൊണ്ട് എല്ലാം കൂടെ ബെഡിലേക്ക് പോയി. പിന്നീട് രണ്ടുപേരും കൂടെ അങ്ങനെ ആദ്യ രാത്രി അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. ഒരു ശാന്തി മുഹൂർത്തം ഒന്നും കുറിക്കാതെ അവർ ആദ്യരാത്രി ആഘോഷിച്ചു. അങ്ങനെ രേവതിയുടെ വളരെ നാളുകൾക്കുള്ള ആ ശാന്തി മുഹൂർത്തം ആഗ്രഹം അങ്ങനെ സഫലമാകുകയാണ്. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം നേരം വെളുത്തു. രേവതി കണ്ണു തുറന്നു നോക്കിയപ്പം സച്ചി നല്ല ഉറക്കമാണ്. രേവതി പതുക്കെ എഴുന്നേറ്റിട്ട് ഇങ്ങോട്ട് ഏക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സാരിയുടെ മുകളിൽ സച്ചി കയറി കിടക്കുന്നത്. സാരി പതുക്കെ ഇങ്ങോട്ട് വലിച്ച് രേവതി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എന്നിട്ട് രേവതി സച്ചിനെ നോക്കി. സച്ചി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, നല്ല ഉറക്കം ഉറങ്ങണേ. രേവതി ബാത്റൂമിൽ കയറി കുളിയെല്ലാം കഴിഞ്ഞു വന്ന് പൊട്ടൊക്കെ തൊട്ട് അങ്ങനെ പുറത്തേക്ക് പോവാണ്. പിന്നീട് രേവതി നേരെ താഴേക്ക് ചെല്ലുവാണ്. അങ്ങനെ താഴേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇന്നലെ നടന്ന ഓരോ സംഭവങ്ങളൊക്കെ ഓർത്തിങ്ങനെ നാണിച്ചിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുക. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് ചന്ദ്രമതി വന്ന്, ഇവൾക്ക് ഇത് എന്ത് പറ്റി, ഇവള് സ്വന്തമായിട്ട് ചിരിക്കണം, ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇതെന്ത് പറ്റി, ഈ ലോകത്തെങ്ങും അല്ല ഇവള്. അങ്ങനെ രേവതി നാണിച്ചുകൊണ്ട് നേരെ പൂജാമ്മയോട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വിളക്ക് കൊളുത്താനായിട്ട് അങ്ങോട്ട് കയറാൻ തുടങ്ങുമ്പോ ചന്ദ്രമതി ഇടയ്ക്കിലേക്ക് പെട്ടെന്ന് കയറുന്നു. നീ എങ്ങോട്ടാന്ന് ചോദിക്കും. എന്താമ്മേ, ഞാൻ വിളക്ക് കൊളുത്താനായിട്ട്. അതെ, നീ കൊളുത്തുണ്ടാന്ന് പറയും. രാവിലെ കുളിച്ചിട്ട് വന്നിട്ടാണ് വിളക്ക് കൊളുത്തുന്നേ. നിന്റെ അമ്മയൊന്നും പഠിപ്പിച്ചിട്ടില്ലേന്ന് ചോദിക്കും. അതെന്ത് വർത്താനം അമ്മ പറയണേ, സാധാരണ എല്ലാ വീട്ടിലും കുളിച്ചിട്ടല്ലേ വിളക്ക് കൊളുത്തുന്നേ, കുളിക്കാതെയാണ് കൊളുത്തണേന്ന് ചോദിക്കും. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞ, അതല്ല, നിനക്ക് കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കൊളുത്താൻ പാടില്ലല്ലോ. അതെന്താവും, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് വിളക്ക് കൊളുത്തിയ കുഴപ്പം, എനിക്കറിയാം കുളിച്ചിട്ടാ വിളക്ക് കൊളുത്തേണ്ടെന്ന കാര്യം. അതൊന്നുമല്ല, നിനക്ക് വിളക്ക് കൊളുത്താൻ പാടില്ലാത്ത സമയമല്ലേ ഇത്, അതുകൊണ്ടല്ലേ നീ പൂജാമുറിയിലേക്ക് ഓടി ഒന്ന് കയറിയെന്ന് ചോദിക്കുക രാവിലെ കുളിച്ചിട്ട്. എന്റെ അമ്മേ, അങ്ങനെ ഒരു കുഴപ്പമൊന്നും എനിക്കില്ല, എനിക്ക് ഇപ്പൊ വിളക്ക് കൊളുത്തുന്നതിന് കുഴപ്പമില്ലാന്ന് പറയും. പിന്നെ നീ എന്തിനാ രാവിലെ കുളിച്ച്? അല്ല അത് പിന്നെ അമ്മേ, അതെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് നാണിക്കുവാണ്. രേവതിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അല്ല, കല്യാണം കഴിയുമ്പം കുളിച്ചിട്ടൊക്കെ വേണ്ടേ വിളക്ക് കൊളുത്താന്ന് ചോദിക്കും. ചന്ദ്രമതി മനസ്സിലാലോചിച്ചു, ഇനിയിപ്പം താൻ മനസ്സിൽ വിചാരിക്കുന്നല്ലോ എന്തെങ്കിലും നടന്നോ, ശാന്തി മുഹൂർത്തം എങ്ങാനും കഴിഞ്ഞോ? ദൈവമേ, അങ്ങനെ എങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആദ്യം കുട്ടികളുണ്ടാവും, അത് പാടില്ല. ശ്രുതിക്കും ഒരു കുഞ്ഞുണ്ടായിട്ട് മാത്രം മതി ഇവർക്ക് കുഞ്ഞ്. അങ്ങനെ ഒരു ചിന്ത ചന്ദ്രമതി മനസ്സിൽ പെട്ടെന്നുണ്ടാവുക. ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പൊ എന്താളും കുഴപ്പമില്ല, നീ വിളക്ക് കൊളുത്താനൊന്നും പോകണ്ടെന്ന് പറയാം, അതൊക്കെ ശ്രുതി ചെയ്തോളൂ എന്ന് പറയും. അതിന് ശ്രുതി വന്നില്ല എഴുന്നേറ്റ്, അവള് വന്നോളും, അവൾ ഇപ്പൊ തന്നെ എഴുന്നേറ്റ് വന്നോളൂ എന്ന് പറയാം. നിന്നെ പോലെ ഒന്നും അല്ല അവളെ കോടീശ്വര പുത്രിയാ, അറിയാവോ? അപ്പൊ ഇത് കേട്ട രേവതി പറഞ്ഞു, അതിനിപ്പോ എന്താമേ, വിളക്ക് കൊളുത്തുന്ന അതും തമ്മിൽ എന്താ ബന്ധമിരിക്കണേ? അതെ, നിനക്ക് വിളക്ക് കൊളുത്താണ് ഇതൊന്നുമില്ല, നീ അടുക്കളയിൽ പോയി വല്ല ജോലിയും നോക്ക്, അടുക്കള കുറെ പണിയുണ്ട്, അത് ആദ്യം ചെയ്യാൻ നോക്ക്, പോയി ചായ ഇട്, അല്ലാതെ വിളക്ക് കൊളുത്തണ്ട, അത് രേവതി ചെയ്തോളൂന്ന്, ശ്രുതി ചെയ്തോളൂന്ന് പറയാ. പെട്ടെന്ന് രേവതി പറഞ്ഞു, അതെന്ത് വർത്താനം അമ്മ പറയണേ, നമ്മളൊരു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോ രാവിലെ കുളിച്ച് വിളക്ക് കൊളുത്തണം എന്നൊക്കെ സാധാരണ അവിടുത്തെ അമ്മായിമാരൊക്കെ പറയണേ, ഇതിപ്പം വിളക്ക് കൊളുത്തണ്ടെന്നൊക്കെ പറയുന്ന അമ്മ എന്തുകൊണ്ടാ? പണത്തിന്റെ ഇതിലല്ല വിളക്ക് കൊളുത്തുന്നേ, ഒരു കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ, അതിനിപ്പോ അമ്മ തടസ്സം പറയേണ്ട കാര്യമില്ലെന്ന് പറയും. നിനക്ക് അത്രമാത്രം അഹങ്കാരമാണോ? ഞാൻ അങ്ങോട്ട് പറയുന്ന അനുസരിച്ചാൽ മാത്രം മതി. ഞാൻ പറഞ്ഞല്ലോ, നിന്നെ പോലെ ഒന്നും അല്ല ശ്രുതി, അവള് കോടീശ്വരപുത്രിയാ, അറിയാലോ, അതുകൊണ്ട് അവള് വേണം വിളക്ക് കൊളുത്താനായിട്ട്, ഈ കുടുംബത്തിന്റെ പ്രകാശമാണ്ട് മാറേണ്ട അവളാന്ന് പറയാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അല്ല, ഞാനും അമ്മയുടെ മരുമോള് തന്നെയല്ലേ, പിന്നെ നിന്നെ ആരടി മരുമോളായിട്ട് അംഗീകരിച്ചിരിക്കുന്നേ? ഞാൻ അതിന് മരുമോളായിട്ട് നിന്നെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. അവൾ വന്നിട്ട് വിളക്ക് കൊളുത്തിക്കോളൂ, നീ നിന്റെ പണി എന്നാച്ചാ നോക്കാൻ പറയാണ്. ഈ സമയം ശ്രുതി അങ്ങോട്ട് വരുന്നേ. ശ്രുതിനെ കണ്ടതിന് രേവതി ചിരിക്കുകയാണ്. നീ എന്താ ചിരിക്കണേ? അമ്മ അങ്ങോട്ട് നോക്കാൻ പറയണ. നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു തോർത്തൊക്കെ ഇട്ട് തോളത്തിട്ടോണ്ട് ശ്രുതി അങ്ങോട്ട് വരുവാണ്, പല്ലും തേച്ചോണ്ടേ. ഇതെന്താ ഇങ്ങനെ പല്ല് തേച്ചോണ്ട് വരുന്നേ? അമ്മ
വിളക്ക് കൊളുത്താനായിട്ട് ബ്രഷും കൊണ്ടാണോ രാവിലെ ശ്രുതി വരുന്നതെന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതിയുടെ മുഖം അങ്ങ് താന്നു. ചന്ദ്രമതി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ ഇപ്പോഴാണ് എഴുന്നേക്കണമെന്ന് ചോദിക്കും. അതേമ്മേ, എന്ത് ചെയ്യാനാ, ഇപ്പോഴെഴുന്നേക്കാൻ എനിക്ക് തോന്നിയൊന്നുമില്ല. പിന്നെ ഞാനും കൊണ്ട് എഴുന്നേറ്റാ, ബ്യൂട്ടി പാർലറിൽ പോണല്ലോ എന്നോർത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് ബ്രഷ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പം വെള്ളമില്ല, കുറേശ്ശെ വെള്ളം വരുന്നുള്ളൂ. അതാ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്ന് പറയാം. അല്ല മോളെ, കുഴപ്പമില്ല, നീ ഒരു കാര്യം റൂമിലേക്ക് പൊക്കോ, ഇപ്പൊ തന്നെ മോട്ടർ അടിച്ചോളാന്ന് പറയണം. ശരി, നീ പെട്ടെന്ന് കൂടെ പൊക്കോളാൻ പറയണം. അങ്ങനെ ശ്രുതിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. ഈ സമയം രേവതി പറഞ്ഞു, ഇപ്പോഴെങ്ങനെയുണ്ട്, അന്ന് ഞാൻ ഇനി പോയി വിളക്ക് കൊളുത്തട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അച്ഛൻ വരാറായി നടക്കാൻ പോയിട്ട്. അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് ഇഷ്ടപ്പെടില്ല വിളക്ക് കൊളുത്തില്ലെങ്കിൽ, അറിയാലോ. പോയി ചെയ്യാൻ പറയണം. അങ്ങനെ വഴിക്ക് വാന്ന് രേവതി പറയാം. എന്താ നീ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലമ്മേന്ന് പറയണം. പിന്നീട് രേവതി പൂജാമുറി പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞിട്ട്, അങ്ങനെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പൂജാമുറി വന്ന് വിളക്കൊളുത്തി പ്രാർത്ഥിക്കുന്നല്ലേ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം ചന്ദ്രമതി വിചാരിച്ചു, ഈ ശ്രുതി എന്താ ഇങ്ങനെ, അവൾ ഇങ്ങനെ തന്നെയാണോ, അവള് മനുഷ്യന് നാണം കൊടുത്തെന്ന് തോന്നല്ലോ. ഈ സമയമാകുമ്പോ എഴുന്നേറ്റ് വന്നിട്ട് കുളിക്കുക പോലും ചെയ്യാതെ വരുന്നു. രേവതി ആണെങ്കിലോ ഫാസ്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നടത്തുന്നു. എന്റെ ഭഗവാനെ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല. ആകെപ്പാടെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ചന്ദ്രമതിയുടെ ഉള്ളില്. പിന്നീട് കാണിക്കുന്ന രേവതിനെ ഡെലിവറിക്കായിട്ട് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പ്രസവ വാർഡിലേക്ക് രേവതിനെ കൊണ്ടുപോകണം. അപ്പൊ രേവതി ഭയങ്കരമായിട്ട് അവിടെ നിന്ന് കരയുവാണ്. വയറൊക്കെ വലുതായിട്ടുണ്ട്. ഈ കരച്ചിൽ കേട്ട് സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. രേവതി ആണെങ്കിൽ കരച്ചിൽ കേട്ടപ്പോ സച്ചി ഓർത്ത്, ദൈവമേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലോ എന്ന് ഓർത്തുകൊണ്ട് സച്ചി ഇങ്ങനെ ആ പണം അസ്വസ്ഥനായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ലേബർ റൂമിലേക്ക് അങ്ങോട്ട് പോയി. കുറച്ചേരം കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അതെ രേവതി പ്രസവിച്ചു കിട്ടോ എന്ന് പറയാണ്. പിന്നീട് ഒരു കുഞ്ഞിനെ കൊണ്ട് നേഴ്സ് അങ്ങോട്ട് വരുവാണ്. ഇത് കണ്ട സച്ചിനെ നോക്കി. അപ്പത്തേനും അടുത്തൊരു കുഞ്ഞിനെ കൊണ്ട് വേറെ നേഴ്സും കൂടെ വന്നു. ഇതിന്റെ 2 കുഞ്ഞുങ്ങളോ? അപ്പൊ ഇനി അടുത്തേനെയും കൂടെ കൊണ്ടുവന്നു. ഇതിന്റെ 3 പിന്നെ ഒരാളെയും കൂടെ കൊണ്ടു, 4 കുഞ്ഞുങ്ങളോ? എന്റെ ദൈവമേ, എനിക്ക് 4 വേണ്ട, എനിക്ക് ഒരാൾ മാത്രം മതി. അല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ഇതുണ്ട്, കാർഡിയോ അടയ്ക്കണം, പലിശ കൊടുക്കണം, ഒത്തിരി ഇതുണ്ട്. എനിക്ക് 4 കുഞ്ഞുങ്ങളൊന്നും നോക്കാൻ പറ്റില്ല, എനിക്ക് ഒരാളെ മാത്രം മതി എന്നുള്ള. ഈ സമയം നേഴ്സ് പറഞ്ഞു, 4 കുഞ്ഞുങ്ങളെ രേവതി പ്രസവിച്ചേക്കെന്ന് പറയണം. ഈ സമയത്ത് സച്ചി കയ്യും കാലും ഇട്ട് അടിക്കുക. സച്ചി സ്വപ്നം കണ്ടായിരുന്നത് തനിക്ക് 4 കുഞ്ഞുങ്ങൾ ജനിക്കുന്നതായിട്ട്. സച്ചി ഉറക്കത്തിൽ കിടന്ന് പിച്ചും പേയും പറയാം, എനിക്ക് 4 വേണ്ട, ഒറ്റ ഒരെണ്ണം മതി, എനിക്ക് അല്ലാതെ തന്നെ ഒത്തിരി ബാധ്യതകളുണ്ട്, എനിക്ക് 4 വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന് അലമുറ ഇടുവാണ്. രേവതി ഇത് കേട്ടു. രേവതി ഓർത്തു, ഇതെന്ത് പറ്റി, അതേപോലെ സച്ചേണ്ണുള്ള കിടന്ന് നിലവിളിക്കുന്നത് എന്നോർത്തം ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം രവീന്ദ്രൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നു നടപ്പ് കഴിഞ്ഞിട്ട്. രവീന്ദ്രൻ കേട്ടു ഇതെന്ത് പറ്റി ഇവനെ നോർത്തൻ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് സച്ചി കയ്യും കാലും ഇട്ട് അടിക്കുകയാണ്. രവീന്ദ്രൻ പോയി എടാ സച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേങ്കില് സച്ചി ഇതൊന്നും അറിയുന്ന കൂടിയില്ല. സച്ചി വലിയവായി കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും മതി അച്ഛാന്നൊക്കെ പറയുവാണ്. ഇതെന്താ സംഭവം? രേവതിക്കാണ് ആകെപ്പാടെ നാണം വന്നു, വല്ലാത്തൊരവസ്ഥ. രേവതി പോയി പെട്ടെന്ന് വിളിക്കുകയാണ്. അതെ എഴുന്നേക്കാൻ പറയാണ്. 2-3 വട്ടം വിളിച്ചു കഴിഞ്ഞപ്പോഴാ സച്ചിക്ക് ബോധം ഉണ്ടായത്. സച്ചി ഇങ്ങനെ ഒന്ന് ചുറ്റും നോക്കി. അതെ അല്ല, നീ എപ്പോഴാ വീട്ടിൽ വന്നേ? നീ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയെന്ന് ചോദിക്കും. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയെന്നോ? എന്തായൊക്കെ പറയണേന്ന് ചോദിക്കും. അല്ല കുഞ്ഞുങ്ങൾ എന്തിയെന്ന് ചോദിക്കുക. കുഞ്ഞുങ്ങളോ? ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു, നീ എന്ത് വർത്താനാ പറയുന്നേ? അല്ല അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് ഇനി വന്നോന്ന് ചോദിക്കണം. എടാ നീ എവിടെയാ? ഈ ലോകത്തെങ്ങും അല്ലേ? നീ എന്തോ സ്വപ്നം കണ്ടാന്ന് പറയും. അല്ലച്ചാ അപ്പൊ പിള്ളേരെവിടെയാന്ന് ചോദിക്കും. പിള്ളേര് ആരുടെ പിള്ളേര്? അല്ല എന്റെയും രേവതിയുടെയും പിള്ളേര്. അച്ഛൻ 4 കുഞ്ഞുങ്ങളുണ്ടായെന്ന് പറയണേ. പിന്നീട് രേവതി എന്ത് ചെയ്യണം, ആ കൈക്കിട്ട് പേര് അടി ഇങ്ങോട്ട് കൊടുക്കുവാണ്. സച്ചി സ്ഥലകാലബോധം ഉള്ളവരും ചുറ്റും നോക്കുവാണ്. എന്താ പറ്റിയെന്ന് ചോദിക്കും. അല്ല അച്ഛാ സ്വപ്നം കണ്ടു, കുട്ടികളുണ്ടാകുന്ന സ്വപ്നം കണ്ടെന്ന് പറയണേ. ഇത് കേട്ടതിന് രവീന്ദ്രൻ പറഞ്ഞു, നല്ല കാര്യമല്ലേ അത്, നടക്കാൻ പോകുന്ന കാര്യം, അതുകൊണ്ടാണ് ഈ സ്വപ്നം കണ്ടെന്ന് പറയണേ. പെട്ടെന്ന് സച്ചു വേണ്ട 4 കുഞ്ഞുങ്ങളുണ്ടാകുന്ന സ്വപ്നം കണ്ടാൽ എനിക്ക് 4 കുഞ്ഞുങ്ങളൊന്നും വേണ്ട, എനിക്ക് ഒരാളും മതി എന്ന് പറയാം. ഇത് കേട്ടതിന് രേവതി ചിരിക്കുക. രവീന്ദ്രൻ എന്ത് ചെയ്യാണ്, പതുക്കെ ചിരിച്ചോണം അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അവന്റെ ഒരു സ്വപ്നം, പിന്നെ രാവിലെ കണ്ട സ്വപ്നമല്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ട് ബലിക്കുമെന്ന് പറഞ്ഞോണ്ട് രവീന്ദ്രൻ അതും പറഞ്ഞ് താഴേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് രേവതിയുടെ മുഖത്തേക്ക് സച്ചി നോക്കി. രേവതിയുടെ നാണത്തോടും ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം രേവതി പറഞ്ഞു, അല്ല ഇന്ന് ഓട്ട പോകണ്ടല്ലേന്ന് ചോദിക്കും. അതെ പോണം, ഒരു കാര്യം റെഡിയാകാൻ പറയണം. ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പൊ പോകാൻ തുടങ്ങിയിട്ട് ആ ബാത്റൂമിന്റെ വാതിലിന്റെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അതെ സോറി ഇട്ടോന്ന് പറയണം. എന്തിന്? അല്ല ഇന്നലെ അറിയാതെ സംഭവിച്ചു പോയാ, ഇനി അങ്ങനെ സംഭവിക്കത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് രേവതിക്ക് ഒരു ചിരിയൊക്കെ വന്നു. പക്ഷെങ്കില് രേവതിക്ക് ചിരിക്കാൻ പറ്റില്ലല്ലോ. രേവതി ഒരു നാണത്തോടുകൂടി നിൽക്കുകയാണ്. സച്ചി അങ്ങനെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. പിന്നീട് രേവതി എന്ത് ചെയ്യണം, സച്ചിക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുക. രേവതിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതിനുശേഷം നേരെ താഴേക്ക് ഇറങ്ങി വരുവോ. അങ്ങനെ വന്നുകഴിയുമ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, അല്ല സമയം എന്തായാലും നിനക്കിപ്പോ അറിയാന്ന് ചോദിക്കാം. രേവതി നോക്കിയിട്ട് 9 മണിയായി. അതെ എനിക്ക് കണ്ണ് കാണാം, അതുകൊണ്ടല്ല. നീ ഇത്ര സമയമായിട്ട് അടുക്കള കയറിയെന്ന് ചോദിക്കാം. അല്ലമ്മേ, ഞാൻ എന്നും രാവിലെ ആയിട്ട്
എഴുന്നേറ്റ് നീ കോഫി ഉണ്ടാക്കുന്നല്ലേ? അല്ല നീ ഇന്ന് താമസിച്ച് എഴുന്നേറ്റല്ലേന്ന് ചോദിക്കും. അതെ, ഇന്നിച്ചിരി താമസിച്ചു പോയി, എനിക്കിത് മനസ്സിലായി. എന്താ എത്ര താമസിച്ച് എഴുന്നേക്കാനായിട്ട്? നീ നേരത്തെ എഴുന്നേക്കുന്നല്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് രേവതിക്ക് ഒരു വല്ലാത്തൊരു നാണം വെക്കുന്നു. ഈ നാണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇവിടെ എന്തിനാ ഇങ്ങനെ കിടന്ന് നാണിക്കുന്നേ? ഒരു ചിരിയൊക്കെ വരുന്നുണ്ടല്ലോ പതിവിലും വിപരീതമായിട്ട്. ഒരു കാര്യം ചെയ്യാം, പോയൊരു കോഫി എടുത്തോണ്ട് ഞാൻ പറയണം. അങ്ങനെ രേവതി അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ പോയി ചായക്ക് വെള്ളമൊക്കെ വെച്ചു. ആ പൊടിയൊക്കെ ഇട്ട് പഞ്ചസാര ഇടുവാണ്. പഞ്ചസാര ഇടുന്ന സമയത്ത് രേവതിക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ കൂടെ പോകുന്നേ. രേവതി ആ ലോകത്തെങ്ങും അല്ലായിരുന്നു. രേവതി എന്ത് ചെയ്യണം, ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ടു, വീണ്ടും ഇട്ടു. അങ്ങനെ ഒരു 3-4 സ്പൂൺ അങ്ങോട്ട് ഇടുവാണ്. കുറെ പഞ്ചസാര ഇട്ട് അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി. എന്നിട്ട് അതുമായിട്ട് അങ്ങോട്ട് വരുവാണ്. ഈ സമയം ചന്ദ്രമതി ആലോചിച്ചു, അവൾക്ക് എന്തായിരിക്കും പറ്റിയത്? ഒരുപക്ഷെ താൻ വിചാരിക്കുന്ന പോലെ എന്തേലും ആയിരിക്കുമോ നടന്നിരിക്കുന്നേ. ദൈവമേ, അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാവും. ഇനിയിപ്പോ രേവതിക്ക് സച്ചിക്കുവാണ് ആദ്യത്തെ കുഞ്ഞു പറക്കാൻ പോകുന്നത്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേനും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ ചന്ദ്രമതി, നീ എന്താ തന്നെ ഇരുന്ന് പിറുപിറുക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ല. എന്ത് പറ്റി? എന്താ മുഖത്തൊരു വല്ലായ്മയുള്ള കാണുന്നേ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഒരുത്തിയുണ്ട്, രാവിലെ ഏറ്റിട്ടുള്ള ചായ പോലും ഒരായിട്ട് ഇട്ട് തന്നിട്ടില്ലെന്ന് പറയും. അല്ല, നീ ആരുടെ കാര്യ പറയണേ? ശ്രുതിയുടെയാണോ രേവതിയുടെയാണോ? ശ്രുതിയുടെ കാര്യം ഞാൻ അങ്ങനെ പറയുമോ? ഞാൻ രേവതിയെ കുറിച്ചാ പറഞ്ഞെന്ന് പറയും. എന്താ ചന്ദ്രേ, നിനക്ക് കൈയില്ലേ? നിനക്കുള്ള ചായ ഇട്ട് കുടിച്ചാൽ എന്താ കുഴപ്പം? പിന്നെ അവളുടെ ഉള്ളപ്പം ഞാൻ എടുത്തിട്ട് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ അവളെ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? ഓഹോ, നിന്നെ വേലക്കാരിയാക്കാനായിട്ടാണ് അവളെ കൊണ്ടുവന്നേ. അവൾ ഈ വീട്ടിലെ മരുമോളാ, ആ ഒരു ഓർമ്മ വേണമെന്ന് പറയും. ചന്ദ്രമതി പറഞ്ഞു, ഒരു മരുമോള് വന്നിരിക്കുന്നു, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാണ്. ഈ സമയത്ത് രേവതി ചായ കേടം കൂടെ വരുവാണ്. രേവതി കൊണ്ടുവന്ന് ചായ കൊണ്ടുവന്ന് കൊടുക്കണം. രവീന്ദ്രനും കൊടുത്തു. പിന്നീട് ചന്ദ്രമതിക്കും കൊടുക്കുക. ചന്ദ്രമതി പറഞ്ഞു, ഇവിടെ ഉച്ചയായപ്പോഴാ ചായ ഇട്ടുകൊണ്ട് വരുന്നത്. രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് ചായ കിട്ടിയില്ലേ? അത് കുടിച്ചിട്ട് നീ ആയിട്ട് പോകാൻ നോക്ക്. നീ പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന് ചോദിക്കും. ഈ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ശ്രീകാന്തിനും ചായ കൊടുക്കുവാണ്. അങ്ങനെ ചന്ദ്രമതി ആദ്യം ഒരു സിപ്പ് ചായ കുടിച്ചു. ഇത് എന്തൊരു മധുരം. രേവതി അങ്ങോട്ട് പോകാൻ തുടങ്ങി. രേവതിനെ വിളിച്ചു. അവിടെ നിൽക്കാൻ പറയണ. എന്താമ്മേ, നീ ഇതിനകത്ത് പഞ്ചസാര ഒരു കിലോ അങ്ങോട്ട് കളിക്കാന്ന് ചോദിക്കും. ഇല്ലമ്മേ, ഞാൻ കളിക്കുന്നില്ല, ഞാൻ കൃത്യം പഞ്ചസാര ഇട്ടേക്കണേ. കള്ളത്തരം പറയില്ലെന്ന് പറയണം. ഇല്ലമ്മേ, ഞാൻ കൃത്യമായിട്ട് പഞ്ചസാര ഇട്ടേക്കണേ. ഈ സമയത്ത് ശ്രീകാന്ത് കുടിച്ചു നോക്കിട്ടു. അല്ല എടുത്തി, അത് പെട്ടെന്ന് രവീന്ദ്രൻ ശ്രീകാന്തിനെ തോണ്ടി. ശ്രീകാന്തിന്റെ കാര്യം മനസ്സിലായി. രവീന്ദ്രൻ പറഞ്ഞു, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പഞ്ചസാര ഇട്ടേക്കുന്നത്, നിനക്ക് എന്തോ ഒരു കുഴപ്പമാണ് ചന്ദ്രമതി എന്ന് പറയാം എന്ന് പറഞ്ഞ് രവീന്ദ്രനും ശ്രീകാന്തും ആ ചായ അങ്ങോട്ട് കുടിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി ശ്രീകാന്തിനോട് ചോദിച്ചു, സത്യമാണോ മോനെ നീ പറയണേ? നല്ല ചായക്ക് പഞ്ചസാര കൂടുതലെന്ന് നിൽക്കും. അല്ലമ്മേ, കൃത്യമായിട്ടുള്ളൂ. അമ്മയ്ക്ക് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, നാക്കിന്റെ കുഴപ്പമാണെന്ന് തോന്നേ, കൃത്യമായിട്ടുള്ള മധുരം മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇത് കേട്ടതും രേവതി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ അമ്മേ കറക്റ്റായിട്ട് പഞ്ചസാര ഇട്ടേക്കണേന്ന്, അമ്മയ്ക്ക് തോന്നുന്നു പറയും. എനിക്ക് തോന്നിയതൊന്നുമല്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരു ഡപ്പ മൊത്തം അങ്ങോട്ട് കലക്കിയിട്ടുണ്ട്. അച്ഛന്റെ മോന്റെ നാക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാ ഇവറ്റുകൾ ഇങ്ങനെ പറയണേ എന്ന് പറയണേ. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ കുടിക്കണ്ട, അതിങ്ങടെ വന്നേരെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് രവീന്ദ്രൻ മേടിച്ച് കുടിക്കണം. ഇതിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇതിന് എവിടെ പഞ്ചസാര കൂടുതലാ നീ പറയുന്നേ? ഒരു കാര്യം ഉറപ്പായി, നിനക്ക് എന്തോ ഷുഗർ കയറി പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് പറയാണ്. ഇത് കേട്ടാൻ ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് ഷുഗർ അല്ല പിടിച്ചിരിക്കുന്നത്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ വെറും ബുദ്ധൂസം കൂടെ ആക്കുമല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ രവീന്ദ്രൻ പറഞ്ഞു, അതിനിപ്പോ പ്രത്യേകിച്ച് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, നീ അത് പണ്ടേ തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടോണ്ട് രേവതി ഒരു ചെറു ചിരിയോടുകൂടി അകത്തേക്ക് കയറി പോവാണ്. ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ പിറ്റേ ദിവസത്തെ രേവതിയുടെ സച്ചിയുടെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.